ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലേലം പിടിക്കാനായി വന്ന സുബേർക്കയെ ഉപേന്ദ്രൻ മർദ്ദിക്കുകയാണ്. ലേലത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും സുബേർക്ക മാറാത്തതുകൊണ്ടാണ് ഉപേന്ദ്രൻ ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. വലുതായിട്ട് തന്നെ ഭീഷണിയും മുഴക്കുന്നുണ്ട്. എന്നാൽ സുബേർക്ക അവിടെ വേറെ ആളെ ഇരുത്തിയിട്ടായിരുന്നു വന്നത് ലേലം വിളിക്കാനായിട്ട്. അവരെ തള്ളിമാറ്റി രക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ചന്ദ്രബോസ് വന്ന് സുബേർക്കയുടെ നെഞ്ചത്ത് ആഞ്ഞൊരു ചവിട്ട്. എന്നിട്ട് തോക്ക് ചൂണ്ടുന്നുണ്ട്. എവിടേക്കാണ് നീ ഓടുന്നത്? നിങ്ങൾ എന്നെ ഇവിടെ തടഞ്ഞു നിർത്തിയാലും എനിക്ക് വേണ്ടി വിളിക്കാൻ ആളുണ്ട് മിസ്റ്റർ എന്ന് അദ്ദേഹം പറയുമ്പോൾ അവിടെ വിളി തുടങ്ങിയിരിക്കുന്നു. സുബേർക്കയുടെ ആള് വിളിക്കുന്നത് 15 ലക്ഷം രൂപയാണ്. ആ വിളിക്കുന്നവന്റെ കൊരവള്ളി ഏതാണ്ട് ഇപ്പോൾ തന്നെ പിടിച്ച് പറിച്ചു കാണും എന്നൊക്കെ ഇങ്ങനെ ഉപേന്ദ്രൻ പറയുന്നു. അതിനുള്ള ആൾക്കാരെ ഇപ്പോൾ തന്നെ അവനെ വളഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ആ വിളിക്കുന്നതിന്റെ തൊട്ട് പിന്നിൽ ഒരാൾ വന്നിരുന്ന് കത്തി കുത്തി ബാക്കിൽ ഇങ്ങനെ കുത്തി നിർത്തുന്നുണ്ട്. ഇനി കയറ്റി വിളിച്ചാൽ നിന്നെ കൊന്നു കളയുമെന്ന് ഭീഷണി മുടക്കുന്നു. സുബേർക്കയോട് പറയുന്നുണ്ട്, ഉപേന്ദ്രൻ നിനക്കിപ്പോൾ മരിക്കാനാണ് വിധി, അത് നീ ചോദിച്ച് വാങ്ങിക്കുകയാണല്ലേ. ഇങ്ങനെ ശ്വാസം ഞരമ്പ് പൊട്ടി മരിക്കുന്നതിന്റെ ഒരു സുഖം നീയും അറിയണോടാ എന്ന് പറഞ്ഞ് കഴുത്തിൽ പിടിച്ചമർത്തുന്നു. വിഷ്ണുവും കമലനും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോഴും അനു വിളിച്ച് ശാലിനിയോട് പറയുകയും ശാലിനി വിഷ്ണുവിനോടും പറയുകയും ചെയ്യുന്നു. ഉടൻ തന്നെ അവിടെ വിഷ്ണു എത്തുന്നുണ്ട്. വിഷ്ണുവിനെ കാണുമ്പോൾ തന്നെ സുസ്മിത ഒന്ന് ടെൻഷനാകുന്നു. വിഷ്ണുവിന്റെ അരികിലേക്ക് അനു ഓടിയെത്തിയപ്പോൾ സുബേർക്കയോ എന്ന് ചോദിക്കുന്നു. ഒരു ഫോൺ വന്ന് പുറകിലേക്ക് ഓടിയിരുന്നു എന്ന് പറയുമ്പോൾ ദേഷ്യത്തിൽ സുസ്മിതയൊന്ന് നോക്കുകയാണ് വിഷ്ണു. അതുപോലെ രോഹിത്തും അതുപോലെ വിഷ്ണുവിനെ നോക്കുന്നു. കമലനും വിഷ്ണുവും പുറകിലേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് അവിടെ ഒരാൾ നിൽക്കുന്നത് വിഷ്ണു ശ്രദ്ധിക്കുന്നു. അകത്തേക്ക് ഓടാൻ തുടങ്ങുമ്പോൾ അവിടെ നിൽക്കുന്ന ആള് വിഷ്ണുവിനെ തടയുന്നുണ്ട്. എന്നാൽ വിഷ്ണു നന്നായിട്ട് തന്നെ അയാളെ പിടിച്ചു തള്ളി. കമലൻ അയാളെ അടിക്കുകയും ചെയ്യുന്നു. വിഷ്ണു അകത്തേക്ക് പോയി. ഇപ്പോൾ രോഹിത്ത് വിളിക്കുന്നത് 15,18,500,000 രൂപയാണ്. വിഷ്ണു അകത്തേക്ക് കയറി വരുന്നു. വിഷ്ണുവിനെ അവരുടെ ഗുണ്ടകൾ ഉപദ്രവിക്കുന്നുണ്ട്. എന്നാൽ വിഷ്ണു അയാളെ ചവിട്ടി കൂട്ടുന്നു. ഇവരിവിടെ അടിക്കുന്ന സമയത്ത് അവിടെ ലേലം വിളി നടന്നുകൊണ്ടിരിക്കുന്നു. വിഷ്ണു അവരെ മർദ്ദിക്കുന്നത് ചന്ദ്രബോസും ഉപേന്ദ്രനും കാണുന്നു. ഇപ്പോൾ നമ്മൾ അവന്റെ മുന്നിൽ പോയി പെടേണ്ട, അത് അപകടമാണ്, താൻ വരൂ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നു. ഈ സമയം സുബേർക്കയുടെ ആളിനെ മറ്റേ ആ ഗുണ്ട കത്തി കാണിച്ച് ഭയപ്പെടുത്തി അവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. സുബേർക്കയും വിളിച്ച് പെട്ടെന്ന് പോവുകയാണ് വിഷ്ണു. ലേലത്തിന്റെ അവസാന വിളിക്കാൻ പറയുന്നുണ്ട്. രോഹിത്ത് 15,19,00,000 രൂപയാണ് വിളിച്ചിരിക്കുന്നത്. വിഷ്ണു സുബേർക്കയും കൂട്ടി പോകുന്നു. വിഷ്ണു സുബേർക്കയും കൊണ്ട് അവിടെ വന്ന സമയത്ത് 3 തരം ഉറപ്പിച്ചിരിക്കുകയാണ്. അവര് വരുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ഇവരെ ലേലം ഉറപ്പിക്കുകയായിരുന്നു ചെയ്തത്. എല്ലാവരും കൈയടിക്കുന്നു. സന്തോഷം കൊണ്ട് വിഷ്ണുവും രോഹിത്തും നിൽക്കുന്നു. ഇത് കേട്ട് ആകെ ടെൻഷനാവുകയാണ് വിഷ്ണു. രോഹിത്ത് പണം അവർക്ക് മുന്നിലേക്ക് കാണിക്കുന്നു. സുബേർക്ക വിഷ്ണുവിനോട് പറയുന്നു, സോറി വിഷ്ണു, ഒരു സർപ്രൈസ് പോലെ തനിക്ക് ഈ വീട് നൽകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സ്വന്തം വീട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന അറിയാവുന്നത് കൊണ്ട് ശ്രമിച്ചതാണ്, പക്ഷേ പരാജയപ്പെട്ടു പോയി. ചിലപ്പോൾ ഇതിലും വലിയൊരു അംഗത്തിലൂടെ മാത്രമേ ഇത് വീണ്ടെടുക്കാൻ കഴിയൂ എന്ന് സർവേശ്വരൻ എഴുതി വെച്ചിട്ടുണ്ടാകും എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. തിരുത്താൻ നമ്മളെ കൊണ്ടാവില്ലല്ലോ. ഈ പരാജയം വിജയത്തിന്റെ മുന്നോടിയായി ഞാൻ തിരിച്ചു പിടിക്കും. ഇനി എന്റെ ശ്രമം അതിനു വേണ്ടിയിട്ടായിരിക്കുമെന്ന് വിഷ്ണുവിന്റെ മുന്നിലേക്ക് സുസ്മിതയും രോഹിത്തും വന്ന് നിന്നിട്ട് അവരെ പരിഹസിക്കുകയാണ്. സുസ്മിത പറയുന്നു, ഈ വീട്ടിൽ ഒരു അടിമയെ പോലെ നിന്നിരുന്നവൻ ഇപ്പോൾ ഇവിടുത്തെ അമരക്കാരനാണ്. അമരത്വം ഇവനാണെങ്കിലും ഇവിടെ എന്ത് നടത്തണം നടത്തണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അത് ഞാനങ്ങ് എഴുതിയെടുത്തിരിക്കുകയാണ്. എന്നാലല്ലേ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ നടത്താൻ പറ്റൂ. ഞാൻ മനസ്സിൽ കാണുന്ന പല ബിസിനസിന്റെയും ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഈ വീടായിരിക്കും. കോടികൾ കൊടുത്ത് വിലക്കെടുത്തത് ഇവിടെ ഒരു കുളം കുത്താനായിട്ട് തന്നെയാണ്, വലിയൊരു കുളം. ഇടയ്ക്ക് ഫാമിലി ആയിട്ട് ഇവിടേക്ക് കെനിയൊന്ന് ഇറങ്ങ്, പഴയ ഓർമ്മകൾ പുതുക്കാം, ആ കുളത്തിൽ എല്ലാവർക്കും കൂടി അടിച്ച് നനച്ച് കുളിക്കാം എനിക്ക് സുസ്മിത പറയുമ്പോൾ സുസ്മിതയ്ക്ക് നേരെ വന്നിരിക്കുകയാണ് വിഷ്ണു. എന്നാൽ വിഷ്ണുവിനെ കമലൻ തടയുന്നു. ഇവിടെ വെച്ചൊരു കുഴപ്പം ഉണ്ടാക്കണ്ടെന്ന് പറയുന്നു. കമല, നിനക്ക് ബുദ്ധിയുണ്ട്, ഇവനെ വിളിച്ചുകൊണ്ട് നീ പോവാൻ നോക്ക്, ഇല്ലെങ്കിൽ ഈ മുറ്റത്തൊരു കുഴി വെട്ടി ഇവിടെ തന്നെ മൂടേണ്ടി വരും എനിക്ക് സുസ്മിത. അധികം നാൾ നിന്നെ ഇവിടെ വാഴിക്കില്ല. വിഷ്ണുവാണ് ഈ പറയുന്നത് എന്ന് വിഷ്ണു. ആദ്യം നീ കയറി കിടക്കാൻ ഒരു കൂര ഉണ്ടാക്ക്, എന്നിട്ട് നീ വെല്ലുവിളിക്കേ, എന്നാലേ അതിനൊരു അന്തസ്സുണ്ടെന്ന് സുസ്മിത. ഞാൻ തിരിച്ചു വരും, ഇത് സ്വന്തമാക്കാൻ വേണ്ടി മാത്രമല്ല, നിന്റെയൊക്കെ അന്തകനാകാനും എന്ന് വിഷ്ണു സുസ്മിതയോട് പറയുന്നു. എണ്ണിവെച്ചോ ഇനിയുള്ള ദിവസങ്ങൾ, അതെനിക്ക് വിലപ്പെട്ടതാണ്, നിങ്ങൾക്കും വിലപ്പെട്ടതാണ് എന്ന് വിഷ്ണു പറയുന്നു. മരിക്കാതിരിക്കാൻ നിങ്ങളും കൊല്ലാൻ ശ്രമിച്ചുകൊണ്ട് ഞാനും നിങ്ങൾക്ക് പിന്നാലെ ഉണ്ടാകുമെന്ന് വിഷ്ണു. വാക്കുകൊണ്ടല്ല വാളുകൊണ്ട് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കും. എങ്കിൽ ഞാൻ പറയും നീ ഒരു ആണാണെന്ന് എന്ന് സുസ്മിത പറയുമ്പോൾ സുസ്മിതയുടെ കഴുത്തിന് പിടിക്കുകയാണ് വിഷ്ണു. പോലീസൊക്കെ അവിടേക്ക് വന്ന് ഇത് തടയുന്നു. ഇവിടെ ഒരു കയ്യാങ്കളിയും വേണ്ട, നിർത്തന്നൊക്കെ പറയുന്നു. വിഷ്ണു സുസ്മിതയോട് പറയുന്നു, തൽക്കാലം നീ രക്ഷപ്പെട്ടു, പക്ഷേ നിനക്ക് അധികമായി ഉണ്ടാകില്ല കേട്ടോടി, കുറിച്ച് വെച്ചോ നീ കേട്ടോടാ എന്ന് രോഹിത്തിനോട് പറയുന്നു. കമല, സുബേർക്കെ നോക്കിക്കോ എന്ന് പറഞ്ഞ് വിഷ്ണു ആ വീട്ടിലേക്കൊന്ന് നോക്കുന്നു.
സത്യഭാമ ആ മുകളിൽ നിന്ന് വിഷ്ണുവിനെ നോക്കുന്നതായിട്ട് വിഷ്ണുവിന് തോന്നുന്നു. എന്നിട്ട് വണ്ടിയെടുത്ത് വിഷ്ണു അവിടെ നിന്ന് പോയി. ആകെ തകർന്ന നിലയിലാണ് വിഷ്ണു പോയിരിക്കുന്നത്. ശാലിനിയും ആകെ വിഷമത്തോടെ തന്നെ ഇരിക്കുന്നു. ശ്യാമയെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ രാത്രിയിൽ ഓരോ ദിവസം കഴിയുന്തോറും ഈ വീടും എനിക്ക് ഒരു അന്യയായി കൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിലുള്ളവർ എനിക്ക് ആരൊക്കെയോ ആയി മാറുന്നു. ഇവിടെ ഞാനൊരു അധിക പറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയിപ്പോൾ എൻ്റെ തോന്നലാണോ? ആർക്കും വേണ്ടാത്തവളെ പോലെ എൻ്റെ ജീവിതം ഇവിടെ അകപ്പെട്ടു പോകുമോ? പപ്പിക്ക് അവകാശികളായി. ഇന്നല്ലെങ്കിൽ നാളെ അവർ പപ്പിയെ ഏറ്റെടുക്കും. എൻ്റെ സങ്കടങ്ങൾക്കും വേദനകൾക്കും കുഞ്ഞേച്ചിക്ക് ചിലപ്പോൾ ഇനിയും എന്നെ സഹായിക്കണമെന്ന് തോന്നിയേക്കാം. പക്ഷേ വിഷ്ണു ഏട്ടന് അത് ഉൾക്കൊള്ളണമെന്നില്ല. പപ്പിയും എന്നിൽ നിന്നും അകലും. രോഹിത് എന്നിൽ നിന്നും അകന്നു പോയതുപോലെ പപ്പിയും എന്നിൽ നിന്ന് അകന്നു പോകും. ഞാൻ ഒറ്റയ്ക്കാകും എന്നൊക്കെ ശ്യാമ ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രോഹിത് ശ്യാമയെ വിളിക്കുന്നു. രോഹിതാണല്ലോ, ഇതെന്താ ഇപ്പോൾ പതിവില്ലാത്തൊരു വിളിയെന്ന് ശ്യാമ വിചാരിക്കുന്നുണ്ട്. ഈ ശബ്ദം അത്ര പെട്ടെന്ന് മറക്കില്ലെന്ന് എനിക്കറിയാം എന്ന് രോഹിത് പറയുമ്പോൾ ശ്യാമ പറയുന്നു, അതെന്താ ഇപ്പോൾ പതിവില്ലാത്തൊരു വിളി? ഇത് കേട്ട് രോഹിത് പറയുന്നു, പതിവില്ലാത്തത് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പഴയത് ഒന്ന് ഓർത്തുപോയി, അതുകൊണ്ട് വിളിച്ചതാ. പുതിയ കൂട്ടുകെട്ടും മേച്ചുംപുറവും തേടിപ്പോയപ്പോൾ ഇങ്ങനെ ചിലർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യം ഓർത്തില്ലല്ലോ. രോഹിത് പറയുന്നു, കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, എനിക്ക് നിന്നെ ഒന്ന് കാണണം. സ്വന്തം തീരുമാനമാണോ അതോ മറ്റാരെങ്കിലും പറഞ്ഞിട്ടുള്ള തീരുമാനമാണോ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞതെല്ലാം പൊറുക്കാനും മറക്കാനും ഞാൻ തയ്യാറാണ്. നിന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം എനിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് രോഹിത് പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, എന്നെ കാണാൻ വരുന്ന കാര്യം സുസ്മിത അറിഞ്ഞോ എന്ന്. ഞാൻ എൻ്റെ ഭാര്യയെ കാണുന്നതിന് സുസ്മിതയുടെ അനുവാദം എന്തിനാണെന്ന് രോഹിത് ചോദിക്കുന്നു. അല്ല, രോഹിതിന്റെ സംരക്ഷണ ചുമതല സുസ്മിത മൊത്തമായി ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അവളോട് ചോദിക്കാതെ ഉണ്ണുകയോ ഉറങ്ങുകയോ ചെയ്യാത്ത രോഹിത് ഇപ്പോൾ എങ്ങനെ മനസ്സ് മാറുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. രോഹിത് പറയുന്നു, ഞാൻ സംസാരിക്കുന്നത് നമ്മൾ താമസിച്ചിരുന്ന ആ പഴയ ബാൽക്കണിയിൽ നിന്നാണ്. നിന്നെ ഞാൻ അഗ്നിസാക്ഷിയായി വിവാഹം ചെയ്തു കൊണ്ടുവന്ന വീട്. ആ വീട് ഇപ്പോൾ എനിക്ക് സ്വന്തമാണ്. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞത്. വരാൻ പറ്റുമോ ഇല്ലയോ നീ ഇപ്പോൾ പറയണം. ഞാൻ വരാമെന്ന് ശ്യാമ. പിന്നെ ഞാൻ കാണണമെന്ന് പറഞ്ഞത് നിന്നെ മാത്രമാണ്. വരുന്നതും നീ തനിച്ചായിരിക്കണം. വരുന്ന സമയം ഞാൻ പിന്നീട് വിളിച്ചു പറഞ്ഞോളാം എന്ന് രോഹിത് പറയുന്നു. അങ്ങനെ ഫോണും വെച്ചു. തുടർന്ന് സത്യഭാമയുടെ വീട്ടിൽ വെച്ച് തന്നെ അവരെല്ലാവരും കൂടി മദ്യപിക്കുകയാണ്. ഉപേന്ദ്രൻ, സുസ്മിത, പിന്നെ ചന്ദ്രബോസ്, പിന്നെ അവരുടെ ആ ഒരു കൂട്ടാളിയും ഓഫീസർ. ഒരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു സത്യഭാമയുടെ വീടിന്റെ ഒരു ചിത്രം വെച്ചുള്ള കേക്ക് തന്നെയാണ്. എവിടെ നമ്മുടെ നായകൻ? ഈ സാമ്രാജ്യത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങേണ്ട നായകൻ എവിടെയെന്ന് ഉപേന്ദ്രൻ ചോദിക്കുന്നു. മഹാ വന്ന് ഓരോന്ന് പിടിപ്പിക്കുക, എന്നിട്ട് സന്തോഷത്തോടെ ഈ കേക്ക് സ്വന്തമാക്കുക. വാട ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസ് വിളിക്കുന്നു. എല്ലാം നിന്നെ മാത്രം കണ്ടുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്നും പറയുന്നു. ഇതിനെല്ലാം ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നെനിക്കറിയില്ല. ഒന്നുമില്ലാത്തവനാണ് ഞാൻ. വെറും കയ്യുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നവൻ. സ്വന്തം എന്ന് പറയാൻ ഈ ഭൂമിയിൽ ആരുമില്ല എന്നറിഞ്ഞ നിമിഷം ആരൊക്കെയോ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തന്നവരാണ് നിങ്ങൾ. നന്ദി വാക്ക് പറയുന്നത് നന്ദികേടാണെന്ന് എനിക്കറിയാം, എങ്കിലും പറയുകയാണ്. നന്ദി, എല്ലാത്തിനും നന്ദി. ഈ വീട്ടിൽ ഒരിക്കൽ കൂടി കാലുകുത്താൻ സഹായിച്ചതിന്, എന്നെ ഞാനാക്കിയതിന്, എല്ലാത്തിനും എന്നൊക്കെ പറഞ്ഞ് രോഹിതിന്റെ കണ്ണ് നിറയുന്നു. ഉപേന്ദ്രൻ പറയുന്നു, ഇവൻ കരയുന്നു. ഇവനിപ്പോൾ ആരാണ്? നമ്മുടെയൊക്കെ രാജാവ്. രാജാവ് കരഞ്ഞാൽ പ്രജകൾക്ക് സങ്കടമാവില്ല എന്നൊക്കെ ഉപേന്ദ്രൻ പറയുന്നു. കരയാനല്ല, ഭരിക്കാനാണ് ഈ വലിയ സാമ്രാജ്യം നിനക്ക് എഴുതി തന്നിരിക്കുന്നത്. സത്യഭാമ ഭരിച്ചതുപോലെ ഇപ്പോൾ ഇവിടെ നീയാണ് ഭരിക്കേണ്ടത്. ആരാണ് നീ അനാഥനാണെന്ന് പറഞ്ഞത്? നിനക്ക് എല്ലാവരും ഉണ്ട്. ചങ്കുകളെ പോലെ കൂടെ നിന്ന് ശത്രുക്കളെല്ലാം ചങ്ക് കലക്കിയാണ് നമ്മൾ ഇതൊക്കെ നേടിയിരിക്കുന്നത്. കൂട്ടായ്മയുടെയും ഒത്തൊരുമയുടെയും വിജയമാണ് ഇന്നിവിടെ നടന്നത്. ഈ വിജയത്തിന്റെ പേരിലുള്ളതാണ് ഈ കേക്ക്. അതുകൊണ്ട് അത് മുറിക്കാൻ ഏറ്റവും യോഗ്യനും നീ തന്നെയാണെന്ന് സുസ്മിത. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. ഒന്ന്, ഈ വീട് തിരിച്ചെടുത്തതിന്റെ ആഘോഷം. മറ്റൊന്ന്, നമ്മൾ ഇവിടെ തുടങ്ങാൻ പോകുന്നതിന്റെ കൂട്ടു ബിസിനസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം. രണ്ടിനും തുടക്കം കുറിക്കാൻ നീ ബെസ്റ്റാണ്. കാരണം നിനക്ക് ഇപ്പോൾ രാജയോഗമാണ്. ഇല്ലെങ്കിൽ കോടിക്കണക്കിന് സ്വത്തിന്റെ ഉടമയായിട്ട് നിനക്ക് ഇത്ര പെട്ടെന്ന് മാറാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ചാത്തനെ മറുതയും ധ്യാനിച്ചുകൊണ്ട് ഐശ്വര്യമായിട്ട് ഈ ചടങ്ങ് നടന്നു. ഇന്ന് ആ പിടിക്കെന്ന് പറഞ്ഞ് കത്തി രോഹിതിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് സുസ്മിത. എഡിഎമ്മിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ എഡിഎം പറയുന്നു, എന്ത് ബിസിനസ് നടത്തിയാലും സർക്കാർ പ്രതിനിധി എന്ന നിലയ്ക്ക് എന്റെ സഹായം ഏത് സമയത്തും നിങ്ങൾക്കുണ്ടാകും. അങ്ങനെ അവർ 5 പേരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു. ഇനി പ്രധാന ചടങ്ങായ കേക്ക് മുറിക്കലേക്ക് കടക്കാമെന്ന് പറയുന്നുണ്ട്. എല്ലാവരും കൈയടിക്കുമ്പോൾ രോഹിത് കേക്ക് മുറിക്കുന്നു. ഇവർ ഇതൊക്കെ നടത്തുന്നുണ്ടെങ്കിലും രോഹിത്തിന്റെ മനസ്സിൽ എന്താണ് എന്നുള്ള കാര്യം ഇപ്പോഴും അറിയില്ല. രോഹിത് ആ കേക്ക് എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രബോസ് പറയുന്നു, ഞങ്ങൾക്ക് 3 പേർക്കും കേക്ക് മധുരം അലർജിയാണ്. ഞങ്ങൾക്ക് 3 പേർക്കും കൂടി